നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയുടെ ഫൈനൽ വീക്കിലെ ടീം ഓഫ് ദി വീക്ക് ഒഫീഷ്യലായിട്ട് ഇപ്പോൾ കോൺമബോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് ടീം ഓഫ് ദി ടൂർണമെൻ്റ് അല്ല, മറിച്ച് ഫൈനൽ വീക്കിലെ ടീമാണ്. എന്ന് പറയുമ്പോൾ ലൂസേഴ്സ് ഫൈനലിൽ കളിച്ച ആ മത്സരവും അതുപോലെ ഫൈനൽ മത്സരവും, ലൂസേഴ്സ് ഫൈനൽ ഉറുഗ്വായും കാനഡയും തമ്മിലായിരുന്നു, ഫൈനൽ അർജൻറ്റീനയും കൊളംബിയയും തമ്മിലായിരുന്നു. അപ്പോൾ ആ രണ്ട് മത്സരങ്ങളിൽ നിന്നുള്ള ടീം ഓഫ് ദി വീക്കാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ അർജൻറ്റീനയുടെ ഒരു ആധിപത്യമാണ്. അർജൻറ്റീനയിൽ നിന്ന് ലൗട്രോ മാർട്ടിനസും റോദ്രിഗോ ഡീപോളും ആൻഹെൽ ഡി മരിയും നിക്കോളാസ് ടാഗ്ലിയാഫിക്കോയും ലിസാൻഡ്രോ മാർട്ടിനസും എമി മാർട്ടിനസും 6 താരങ്ങൾ ഈ 11 ഇടം പിടിച്ചിട്ടുണ്ട്. അതേസമയം കൊളംബിയയുടെ ഫൈനൽ കളിച്ച കൊളംബിയയുടെ 4 താരങ്ങളുണ്ട്. ഉറുഗ്വായിൽ നിന്ന് ലൂയിസ് സുവാരസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ 11 നോക്കാം. ഗോൾ കീപ്പറായിട്ട് അർജൻറ്റീനയുടെ എമി മാർട്ടീനസ്, സെൻട്രൽ ബാക്കുമാരായിട്ട് അർജൻറ്റീനയുടെ ലിസാൻഡ്രോ മാർട്ടീനസും കൊളംബിയയുടെ സാഞ്ചസും, 2 വർഷങ്ങളിലായിട്ട് അർജൻറ്റീനയുടെ നിക്കോളാസ് ടാഗ്ലിയാഫിക്കോയും കൊളംബിയയുടെ അരിയാസും. ഇനി മധ്യനിരയിലേക്ക് വരുമ്പോൾ റോദ്രിഗോ ഡീപോൾ ഉണ്ട്, അർജന്റീൻ താരം റോദ്രിഗോ ഡീപോൾ. പിന്നെ കൊളംബിയൻ താരമായിട്ടുള്ള ജെഫേഴ്സൺ ലെർബ. ഇവരാണ് മധ്യനിരയുടെ സെൻട്രൽ ഭാഗത്തുള്ളതെങ്കിൽ 2 വർഷങ്ങളിലായിട്ട് കൊളംബിയയുടെ ഹാമേസ് റോഡ്രിഗസും അർജന്റീനയുടെ ആൻഹെൽ ഡി മരിയയും ഉണ്ട്. മുന്നേറ്റങ്ങൾ നയിക്കാൻ ഉറുഗ്വായുടെ ലൂയിസ് സുവാരസും അർജന്റീനയുടെ ലൗറ്ററോ മാർട്ടീനസും. ഇതാണ് ഇപ്പോൾ കോൺമബോൾ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിരിക്കുന്ന ഫൈനൽ വീക്കിലെ ടീം ഓഫ് ദി വീക്ക്. ഏതായാലും ഇനിയും ടീം ഓഫ് ദി ടൂർണമെന്റ് പുറത്ത് വരേണ്ടതുണ്ട്. അതിലാരൊക്കെ ഉണ്ടാകും, കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് എത്താം.